وما النصر إلا من عند الله العزيز الحكيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്തുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഈ സൂറത്തിന് ഉലമാക്കൾ സൂറത്തു ദുആ എന്ന് പറയാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹ എന്നൊക്കെ പറയുന്ന പോലെ സൂറത്തു ദുആന്റെ അധ്യായം. ഇതിലാകെയുള്ള ദുആ ഏതാണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നേരായ പാതയിൽ അല്ലാഹുവേ ഞങ്ങളെ ചേർക്കണേ. ആ നേരായ പാത ഏതാണെന്നാണ് ഈ അവസാനത്തെ ആയത്തുകൾ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീകൾ ഇവർക്ക് പോയ മാർഗമാണത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന്റെ ഇരയായവരുടെ മാർഗത്തിലല്ല. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഫഇന്നൽ യഹൂദ മഗ്ദൂബുൻ അലൈഹിം വലദ്ദാലിൻ, വഴിതെറ്റിയവരുടെ മാർഗത്തിലുമല്ല. റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ഇന്നൻ നസാറ ദുല്ലാൽ, നസാറാക്കൾ ക്രിസ്ത്യാനികൾ അവരാണ് ദുല്ലാൽ, വഴിതെറ്റിയ ആളുകൾ. ഇമാം തിർമിദി അവിടുത്തെ ജാമിഅയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, فإن طريقة أهل الإيمان مشتملة على العلم بالحق والعمل به. ഈമാനിന്റെ ആളുകളുടെ അഹ്ലുൽ ഈമാൻ അവരുടെ മാർഗം ഇൽമും അമലും ഒരുമിച്ച് ചേർന്ന മാർഗമാണ്. ഇൽമും അമലും. യഹൂദ് ഫഖദുൽ അമൽ, യഹൂദികൾക്ക് നഷ്ടപ്പെട്ടത് ഏതാണ്? ഇൽമാണോ അമലാണോ? അമലാണ്. അവർക്ക് ഇൽമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് അറിയാമായിരുന്നു സത്യപ്രവാചകനാണ്. അത് അല്ലാഹു പറഞ്ഞതാണ്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന കസീറൻ മിൻഹും ലയക്തുമൂന അൽഹഖ വഹും യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അവർക്കറിയാം. അവരിൽ ഒരു വിഭാഗം സത്യം അറിഞ്ഞുകൊണ്ട് മൂടി വെക്കുന്ന ആളുകളാണ്. അങ്ങനെ സംഭവിക്കാം. എന്താണ് കാരണം? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ അസൂയ കാരണത്താൽ, സത്യവിശ്വാസികളോടുള്ള പക കാരണത്താൽ. വകാനു യസ്തഫ്തിഹൂന മിൻ ഖബ്ലു അല അൽദീന കഫറു ഫലമ്മ, അല്ലാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് കുഫാറുകളോട് യുദ്ധം ചെയ്യുമ്പോൾ അവർ പറയുമായിരുന്നു, ഇതാ ഒരു നബി വരാനുണ്ട് ഞങ്ങൾക്ക്. ആ നബി വന്നാൽ ആ നബിയുടെ പിന്നിൽ കൂടി യുദ്ധം ചെയ്ത് ഞങ്ങൾ തോൽപ്പിക്കും. അതുകൊണ്ടാണ് അല്ലാഹു അവരോട് പറഞ്ഞത് എന്താണ്? വആമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി. എന്ത് ഹൃദയസ്പൃക്കായിട്ടാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്? ഞാൻ അവതരിപ്പിച്ച നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഇതിൽ നിങ്ങൾ വിശ്വസിക്കണം. അതിന് ആദ്യം തന്നെ തള്ളിക്കളയുന്നവർ നിങ്ങളാവരുത്, നിങ്ങൾ അറിയുന്ന ആളുകളാണ് എന്ന് അല്ലാഹു അവരോട് പറഞ്ഞു. ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്തു. സൂറത്തുൽ ബഖറയിലെ തുടക്കം മുതലുള്ള ആയത്തുകൾ, ഒരുപാട് ആയത്തുകൾ അവരെ കുറിച്ചാണ്. അല്ലാഹു അവരെ പറ്റി പറഞ്ഞു, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. നിങ്ങളുടെ കൽബുകൾ പിന്നീട് പാറയെപ്പോലെ അല്ല അതിനേക്കാളും കടുത്തുറച്ചു പോയി. ഒരുപാട് ആയത്തുകൾ കണ്ട ആളുകൾ, അറിയുന്ന ആളുകൾ പകയും അസൂയയും കാരണത്താൽ അവർ സത്യം നിഷേധിച്ചു. അങ്ങനെ സംഭവിക്കാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് സ്വീകരിക്കാനുള്ള തൗഫീഖുമാണ്. ഇബ്ലീസിനെ അറിയാനില്ല, ഇബ്ലീസിന്റെ കാര്യം മാത്രം പോരെ. ഇബ്ലീസിനെ അറിയാനിട്ടാണോ? അല്ല. അള്ളാഹു ഉണ്ടെന്ന് ഇബ്ലീസിനെ അറിയില്ലേ? ഉണ്ട്. ഖിയാമത്ത് നാളുണ്ടെന്ന് അറിയില്ലേ? റബ്ബി അൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ, ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു നാളുണ്ടെന്ന് അവനറിയാം. അഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് തടസ്സമായി ഞാനിരിക്കും. അപ്പൊ സിറാത്തുൽ മുസ്തഖീം ഉണ്ടെന്ന് അവനറിയാം. സ്വർഗമുണ്ടെന്നറിയാം, നരകമുണ്ടെന്നറിയാം. നരകത്തിൽ പോകാൻ തീരുമാനിച്ചിറങ്ങിയവനാണ്. ആ പിശാചിന്റെ കൂട്ടുകാരായ ആളുകൾ ഉണ്ടാവും, ഔലിയ ഷെയ്ത്താൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്, വ്യത്യാസം ബൈന ഔലിയ റഹ്മാൻ ഔലിയ ഷെയ്ത്താൻ. റഹ്മാന്റെ ഔലിയാക്കളും ഷെയ്ത്താന്റെ ഔലിയാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. അത് വേർപിരിക്കുന്ന ഗ്രന്ഥമാണിത്. എന്ന് പറഞ്ഞതുപോലെ ഇൽമുണ്ടായിട്ടും അമൽ നഷ്ടപ്പെട്ട ആളുകളാണ് അവർ. വൻ നസാറ ഫഖദുൽ ഇൽം,
നസാറാക്കൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? അറിവ്. പ്രവർത്തിക്കാനല്ല, ഒരുപാട് പ്രവർത്തിക്കുന്ന ആളുകളാണ്, വഴിതെറ്റിപ്പോയി, ചെയ്യേണ്ടതല്ല ചെയ്യുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. ചെയ്യുന്ന അമൽ കൃത്യമായ ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. എന്നാലും അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുള്ളത്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ പിഴച്ചുപോയാൽ അവർക്ക് സാദൃശ്യമാരോടാണ്? ജൂതന്മാരോടാണ്. ഈ ഉമ്മത്തിലെ സാധാരണക്കാർ പിഴച്ചുപോയാൽ അവർക്ക് സാദൃശ്യമാരോടാണ്? നസാറാക്കളോടാണ്. വലിഹാല കാനൽ ഗളബുൽ യഹൂദ്, അറിഞ്ഞിട്ടും തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് യഹൂദികളുടെ ആദ്യത്തെ വിശേഷണമായി തന്നെ അള്ളാഹു അവർക്ക് ഗളബുണ്ടെന്ന് പറഞ്ഞത്. കോപത്തിനിരയായ ആളുകളാണ് അവർ എന്ന് പറഞ്ഞത്. വലാലുലിൻ നസാറ, നസാറാക്കൾ അങ്ങനെ പറയാതെ വഴിതെറ്റിയ ആളുകളാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ആരാണോ അറിഞ്ഞത്, കാരണം എന്താണ്? ആരാണോ അറിഞ്ഞത് എന്നിട്ട് ഉപേക്ഷിച്ചത് അവൻ കോപത്തിനർഹനായിരിക്കുന്നു. അറിയാത്തവനിൽ നിന്ന് വിഭിന്നമായി. നല്ല ഉദ്ദേശമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്, പക്ഷേ അതിനുള്ള റൂട്ടിലല്ല അവരുള്ളത്. കാരണം അവർ കാര്യത്തെ സമീപിച്ചത് അതിലേക്ക് എത്താനുള്ള വാതിലൂടെയല്ല, വേറെ അവർക്ക് തോന്നിയ വഴിയിലൂടെയാണ്. ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള, സ്വർഗമാകുന്ന യഥാർത്ഥ കാര്യത്തിലേക്ക് എത്താനുള്ള ബാബ് ഏതാണ്? ഇത്തിബാഉർ റസൂലിൽ ഹഖ്, സത്യപ്രവാചകനെ പിൻപറ്റുക എന്നുള്ളതാണ്. ബല്ലു, അവർ വഴിതെറ്റിപ്പോയി. വകുല്ലും മിനൽ യഹൂദി വന്നസാറ ളാലുൻ മഗ്ദൂബുൻ അലൈഹി. നമ്മൾ മനസ്സിലാക്കണം, ജൂതനും ക്രിസ്ത്യാനിയും രണ്ടിനും അല്ലാന്റെ കോപമുണ്ട്, രണ്ടും വഴിതെറ്റിയവരുമാണ്. ലാകിൻ അഖസ്സ ഔസാഫിൽ യഹൂദ് അൽ ഗളബ്. പക്ഷേ ഈ ജൂതന്മാർക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന വിശേഷണം എന്താണ്? കോപത്തിനിരയായവരാണവർ എന്നതാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ മാഇദയിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു ജൂതന്മാരെ പ്രത്യേകം പറഞ്ഞു, മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി. അവരെയാണ് അല്ലാഹു ശപിച്ചിട്ടുള്ളത്, അവരോടാണ് അല്ലാഹു കോപിച്ചിട്ടുള്ളത്. കോപത്തിന് മുകളിൽ കോപം സമ്പാദിച്ചിട്ടുള്ള ആളുകൾ. ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകം പറയാൻ പറ്റുന്ന വിശേഷണം ഏതാണ്? വഴികേടാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ അതേ സൂറത്തിൽ സൂറത്തുൽ മാഇദയിൽ 77-ാമത്തെ ആയത്തിൽ قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. അള്ളാഹു പറഞ്ഞു, മുമ്പേ ഒരു വഴിതെറ്റിപ്പോയി, ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കുകയും ചെയ്തു, നേരായ പാതയിൽ നിന്ന്, സവാഉ സബീലിൽ നിന്ന് അവർ വഴിതെറ്റിപ്പോയി. ഇതാണ് ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ള പെട്ടെന്ന് മനസ്സിലാകുന്ന വിശദീകരണമാണിത്, അല്ലെ? ഇതിൽ നിന്നാണ് നമ്മൾ രക്ഷ തേടുന്നത്. അള്ളാഹുവെ, അറിഞ്ഞിട്ടും പ്രവർത്തിക്കാതെ പോയ ആ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ. പലതും ചെയ്ത് എന്നാലോ ഇൽമില്ലാതെ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ നടക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണ ഒരുപാട് ജനങ്ങളെ പോലെ, മുസ്ലിയാക്കന്മാരെ പിൻപിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെ പോലെ, ആ നിലക്കുള്ള ആളുകളെ പോലെ അറിവില്ലാത്തവരെ കൂട്ടത്തിലും അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്നാണ് ഓരോ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നേരെ വിപരീതം എന്താ? യഥാർത്ഥ ഇൽമും യഥാർത്ഥ അമലും, ഇൽമുൻ നാഫിഅ് അൽ അമലു സ്വാലിഹ്, രണ്ടും തരണേന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്നത്. രണ്ടിനെയും പ്രാധാന്യം നോക്കി, ഇൽമും അമലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നസാറാക്കളെ കുറിച്ച് പറഞ്ഞു, വഖാലു ഇത്തഖദ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. റഹ്മാനൊരു വലതുണ്ടെന്ന് അവർ വാദിച്ചിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ഗൗരവമേറിയ ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഭയങ്കരമായ ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തകാദു السماوات يتفطرن منه, ആ കാര്യത്താൽ ആകാശം പൊട്ടിപ്പിളരുമാറാകുന്നു. وتنشق الأرض, ഭൂമി വിണ്ടുകീറുമാറാകുന്നു. وتخر الجبال هدا, പർവ്വതങ്ങൾ പൊളിഞ്ഞു പോകുമാറാകുന്നു. അൻ ദഅഉ ലിർറഹ്മാനി വലദ എന്ന് പറഞ്ഞത് കാരണത്താൽ അള്ളാഹുവിന് സന്താനം. അള്ളാഹു ഖുർആൻ ഇറക്കാനുള്ള ഒരു കാരണമായിട്ട് വരെ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു, ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ,
അള്ളാഹുവിനൊരു വലതുണ്ടെന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാൻ നോക്കണം. ഇങ്ങനെ പഴിച്ച ആളുകളാണ് ക്രിസ്ത്യാനികൾ. ജൂതന്മാർ വേറെ നിൽക്കും. എന്നാൽ ഓരോ നിസ്കാരത്തിൽ നമ്മൾ ഇതിൽ നിന്ന് രക്ഷ തേടുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മൂസാ നബിയാണ്. മൂസാ നബിയെ പറയുമ്പോൾ മൂസാ നബിയും ഖൗമുമായിട്ടുള്ള ഇടപാടാണ് പറഞ്ഞത്. മൂസാ നബിന്റെ ഖൗമ് വഴിതെറ്റിപ്പോയ വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരും, അതിലേക്ക് എത്താതിരിക്കാൻ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സംശയത്തിനിടയില്ലാത്ത വിധത്തിൽ ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹ്റ ദബ്ബിൻ ലതബിഅതുമൂഹും. നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും സുനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യ. ശിബ്റൻ ബിശിബ്റിൻ, ചാണിന് ചാണായി, വദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി. എത്രത്തോളം? ഹത്താ ലൗ ദഖലൂ ജുഹ്റ ദബ്ബിൻ, ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ലതബിഅതുമൂഹും, അതുപോലെ നിങ്ങൾ അനുകരിക്കും. സഹാബിമാർ ചോദിച്ചു, ആൽ യഹൂദു വൻ നസാറ, മുൻഗാമികൾ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകരെ ഉദ്ദേശിച്ചത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദിച്ചത്? സമൻ, പിന്നെ ആര്? അല്ലാതെ ആരെയാണ്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നിങ്ങൾ മുമ്പുള്ള ആളുകൾ പിൻപറ്റും. എത്രത്തോളം? അവരിൽ സ്വന്തം ഉമ്മാനെ പരസ്യമായി വ്യഭിചരിച്ചവരുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ചെയ്യും. അത്രത്തോളം അവരെ പിൻപറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാ നമസ്കാരത്തിലും നമ്മൾ അവരിൽ നിന്ന് രക്ഷ നേടുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിൽ പഠിപ്പിച്ച ഒരുപാട് വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് വിഭിന്നമാവാൻ നമ്മളോട് പറഞ്ഞു, അല്ലെ? അത് അവരുമായിട്ടുള്ള ബറാഅത്തിൽപ്പെട്ടതാണ്. മനസ്സിലായില്ല? അവരുമായിട്ടുള്ള ബറാഅത്തിന്റെ പണ്ഡിതന്മാർ അൽ വലാഉ വൽ ബറാ, മുസ്ലിമീങ്ങളോട് ബന്ധം ചേർക്കലും കാഫിറുകളോട് ബന്ധം മുറിക്കലും എന്ന വിഷയത്തിൽ ബറായിൽ ആദ്യം തന്നെ പറഞ്ഞു. പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, അവരിൽ നിന്ന് എല്ലാ നിലക്കും പിന്നെ വ്യത്യാസപ്പെടുക. ആ വിഷയം പ്രത്യേകം പറഞ്ഞു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അവരിൽ നിന്ന് വ്യത്യസ്തമാകാൻ പറഞ്ഞ പല പല വിഷയങ്ങൾ ചെറുതാ നമുക്ക് തോന്നും, പക്ഷെ ചെറുതുവരെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക്. ഇപ്പൊ മുഹറം നോമ്പിന്റെ സമയത്ത് ആശൂറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ നോമ്പ് റസൂൽ പറഞ്ഞ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ 9 കൂടി നോക്കുമായിരുന്നു, അവരിൽ നിന്ന് എതിരാകുവാൻ. ജൂതന്മാരും അത് നോറ്റിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഫിറഔനിൽ നിന്ന് രക്ഷിച്ച ദിവസമായിരുന്നു അത്. റസൂലുള്ള പറഞ്ഞു, നിങ്ങളെക്കാളും മൂസാ നബിയുമായി ബന്ധം എനിക്കാണ്, ഞാനാ നോമ്പെടുക്കും, അടുത്ത വർഷം 9 കൂടി എടുക്കും. ഇത് നോക്കി, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സഹീഹിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പിന് നമ്മൾ അത്തായം കഴിക്കും. സഹൂർ ആണ് അത്താഴം. സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴത്തിനുള്ള സമയത്തിനാണ് സുഹൂർ എന്ന് പറയുന്നത്. സഹൂർ എന്ന് പറഞ്ഞാലോ ആ ഭക്ഷണം. ഏതുപോലെ? ഉദു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി. എന്നാൽ വദു എന്ന് പറഞ്ഞാലോ വദു എടുക്കുന്ന വെള്ളം. ഉദു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയാണ് പറയുന്നത്. വദു എന്ന് പറഞ്ഞാൽ ഫത്ഹാക്കി പറഞ്ഞാൽ ആ വെള്ളത്തിനാണ് പറയുന്നത്. എന്നതുപോലെ സുഹൂർ അത്താഴത്തിന്റെ നേരം, സഹൂർ അത്താഴം ആ ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തു സഹർ. നമ്മുടെ നോമ്പും അഹ്ലു കിതാബിന്റെ നോമ്പും തമ്മിലുള്ള വ്യത്യാസമാണ് അത്താഴം കഴിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിക്കാൻ പറഞ്ഞു. അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. ഇന്ന ഫി സഹൂരി ബറക, ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ വ്യത്യാസപ്പെടണം. ഇത് നോക്കി ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഹദീസ് ആയിരിക്കും, ഒരുപാട് കിതാബുകളിൽ വന്നിട്ടുള്ളതാണ്. അഅഫുൽ ലിഹാ വഖുദു ശവാരിബ് വഗയ്യിറു ശൈബകും വലാ തശബ്ബഹു ബിൽ യഹൂദി വൻ നസാറ. റസൂലുള്ളാഹി പറയുകയാണ്, അഅഫുൽ ലിഹാ, നിങ്ങൾ താടി വിട്ടേക്കണം. വഖുദു ശവാരിബ്, മീശ എടുക്കണം, മീശ വെട്ടണം. വഗയ്യിറു ശൈബകും, നിങ്ങളുടെ നര മാറ്റണം, നരയുടെ നിറം മാറ്റണം. വലാ തശബ്ബഹു ബിൽ യഹൂദി വൻ നസാറ, നിങ്ങൾ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സാദൃശ്യപ്പെടരുത്. എത്ര ചെറുതാണ് നമുക്ക് തോന്നുന്ന വിഷയങ്ങളാണ്. രൂപത്തിൽ പോലും അവരിൽ നിന്ന് എതിരാവണം. മുസ്ലിങ്ങളെ കണ്ടാൽ മനസ്സിലാവണം.
റസൂൽ പറഞ്ഞു സലാമുൻ അലാ മൻ അറഫ് വമൻ ലം തഅരിഫ്. നീ അറിവുള്ളവനും അറിയാത്തവനും സലാം പറയുക. കാഫിറിനെ പറയാൻ പറ്റുമോ? ഇല്ല. മുസ്ലിമിനെ കണ്ടാൽ തിരിച്ചറിയണം, മുസ്ലിമിനെ കണ്ടാൽ തിരിച്ചറിയണം, തിരിച്ചറിയും, അറിയണം. നോക്കി അഫുല്ലിഹ, താടി വളർത്തണം, മീശ. ഈ ഹദീസൊക്കെയാണ് ഉലമാക്കൾ താടി വളർത്തൽ ഫർദാണെന്ന് പറയാൻ തെളിവെടുത്തിട്ടുള്ളത്, ഇതുപോലുള്ള ഹദീസുകൾ. കാരണം എന്താണ്, ഒരു കാര്യം നിർബന്ധമാണ്, അതിന്റെ വിപരീതം ഹറാമാണെന്ന് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇത് വാജിബ്, ഇത് ചെയ്തില്ലെങ്കിൽ ഹറാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെന്നില്ല. പല വിഷയങ്ങളും അങ്ങനെ തന്നെ. സാധാരണ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന വാജിബും ഹറാമുകളും തന്നെ റസൂലുള്ള വാക്കാലെ ഇത് വാജിബ് ഇത് ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതിന് ഉലമാക്കൾക്കിടയിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തലഖായി ഒരു വാജിബും പറയാതെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണെന്നാണ്. പിന്നെ അത് നിർബന്ധമല്ല എന്നതിന് വേറെ തെളിവ് കിട്ടണം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരിക്കലും നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ തെറിക്കുന്നു കണ്ടാൽ എന്ത് ചെയ്യാം, എന്ന് മൂത്രമൊഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്തിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് മാത്രമേ മൂത്രമൊഴിക്കാറുണ്ടായിരുന്നു. അപ്പോ ഒറ്റയ്ക്ക് ഹറാം എന്ന് പറയാൻ പാടില്ലെന്ന് ഇന്ന് മനസ്സിലാവും. അല്ലാഹു അഅലം. നമ്മളെല്ലാവരും ഇരുന്നിട്ടാണ് മൂത്രമൊഴിക്കുക, അത് ശീലിക്കണം, അതിന് പറ്റിയ വസ്തു ധരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് സ്ഥിരമായി ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ആ സ്ഥിരമായി ഒരിക്കലും ഒരു സുന്നത്ത് നമ്മൾ ഉപേക്ഷിക്കരുത്. മുസ്തഹബായ കാര്യം പോലും സ്ഥിരമായി എപ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യണം എന്നാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം പറയാറുണ്ടല്ലോ, അവിടുന്ന് ഹിജാമ കൊമ്പ് കൊണ്ടുള്ള ചികിത്സ ചെയ്ത സംഭവം. അവിടുന്ന് ആ ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബലിന് കിട്ടി. ആ ഹദീസ് അവിടുന്ന് മുസ്നദിൽ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് എന്താണ് ഹദീസിലുണ്ടായിരുന്ന, റസൂലുള്ളാഹി ഹിജാമ ചെയ്തു, അത് ചെയ്തു കൊടുത്ത ആൾക്ക് ഒരു ദിർഹം കൂലി കൊടുത്തു. ഇമാം അഹ്മദിനെ പറ്റി പറഞ്ഞു കേൾക്കാറുള്ളത്, അവിടുന്ന് ഈ ഹദീസ് മുസ്നദിൽ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് 28,000 ഹദീസുകളുള്ള ഗ്രന്ഥമാണ് ഇമാം അഹ്മദിന്റെ മുസ്നദ്. ഹദീസ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് വേഗം ഒരു ഹിജാമ ചെയ്യുന്ന മുഹജ്ജിമിന്റെ അടുത്തേക്ക് പോയി, കൊമ്പ് ചികിത്സ ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി. അയാളടുത്ത് പോയി കൊമ്പ് ചികിത്സ ചെയ്തു, അയാൾക്ക് ഒരു ദിർഹം കൊടുത്തു. എന്നിട്ട് വന്നിട്ടാണ് മുസ്നദിൽ ഹദീസ് രേഖപ്പെടുത്തിയതെന്ന്. ഹദീസ് രേഖപ്പെടുത്തിയല്ലേ പറഞ്ഞു കൊടുത്തു. അല്ലാഹു അഅലം. മുൻഗാമികളുടെ പല കിതാബുകളും ശിഷ്യന്മാർ കേട്ട് എഴുതിയിട്ടുള്ളതാണ്. അല്ലാഹു അഅലം. അങ്ങനെ പറയാറില്ല. മുൻഗാമികൾ പലരും പറയാറുണ്ട്, ഒരു സുന്നത്ത് അത് നിർബന്ധമല്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്തൊരവസ്ഥ നമ്മൾ വരരുത്, എപ്പോഴെങ്കിലും അത് ചെയ്യണം. ഇപ്പൊ ദുഹാ നമസ്കാരം, തിങ്കളും വ്യാഴം നോമ്പ്, മാസത്തിൽ 3 ദിവസമുള്ള നോമ്പ്, ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യാത്തൊരവസ്ഥ നമുക്ക് വരരുത്. എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളത് ചെയ്യണം. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാതെ മരിച്ചു എന്നൊരവസ്ഥ വരരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഇതുപോലുള്ള ഹദീസുകൾ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നിർബന്ധം, അതല്ലാന്ന് കിട്ടണമെങ്കിൽ വേറെ തെളിവുകൾ കിട്ടണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മതക്കാരോട് എതിരാവുക എന്ന വിഷയം പറഞ്ഞെടുത്തതിനോടൊപ്പമാണ് താടി വളർത്തുക, മീശ വെട്ടുക എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ തിരിച്ചെന്ത് കിട്ടി? താടി വടിച്ചാൽ അവരോട് സാദൃശ്യപ്പെട്ടു എന്ന് കിട്ടിയല്ലോ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടു. അപ്പൊ അവരിൽ പെടാതുള്ളത് ഒരിക്കലും പാടില്ല. അതൊരു കാരണമാണ്, ഇത് ഹറാമാണെന്ന് ഉലമാക്കൾ പറയാനുള്ളത്. അടുത്തൊരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, സഹാബിമാർ പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർറിജാൽ. റസൂലുള്ളാഹി ശപിച്ചിരിക്കുന്നു സ്ത്രീകളെ പോലെ ആവുന്ന പുരുഷന്മാരെയും, സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെയും, പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെയും. അത് ഇതിന് കാരണമാണ്. താടി പിടിക്കൽ ഹറാമെന്ന ഉലമാക്കൾ തെളിവ് പിടിച്ചുള്ള വേറൊരു വിഷയം അതാണ്. പിന്നെ ഒരുപാട് വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാതെ ആളുകളോട് വെറുത്തത് ആയി ഹദീസുകൾ കാണാം. എന്റെ റബ്ബനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് കാണാം. നിങ്ങളോട് താടി പഠിച്ചും മീശ നല്ല വലിയ വീശിയും വെച്ച് ചില ആളുകൾ വന്നപ്പോ ഒരു രാജാവിന്റെ അടുത്തുനിന്ന് വന്നതാണ്. റസൂൽ ചോദിച്ചു, ആരാണ് നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, അമറന റബ്ബുന, ഞങ്ങളുടെ റബ്ബ് കൽപ്പിച്ചതാണ്. അവരുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ രാജാവിനാണ് ഉദ്ദേശിച്ചത്. റസൂൽ പറഞ്ഞെങ്കിൽ അമറനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വൈലക്കും,
റസൂൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്രത്തിന്റെ കാര്യത്തിൽ പെട്ടതായിട്ടാണ് ഇത് എണ്ണിയിട്ടുള്ളത്. ഫിത്രത്തിന്റെ 10 കാര്യങ്ങൾ, പിന്നെ ചേലാകർമ്മം, അതുപോലെ നഖം മുറിക്കുക, കക്ഷങ്ങളിലെയും ഗുഹ്യ ഭാഗങ്ങളിലെയും രോമം നീക്കം ചെയ്യുക, അതുപോലെ അതിൽ പെടുത്തിയിട്ടുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മീശ വെട്ടുക, താടി വളർത്തുക എന്നുള്ളത്. അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്നതിൽപ്പെട്ടതാണ് താടി പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പിടിക്ക് മുകളിൽ മുറിച്ചു കളയുക എന്നുള്ളത്. കാരണം പിശാച് പറഞ്ഞതായി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, ഫല ആമുറന്നഹും ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, ഞാൻ അവരോട് കൽപ്പിക്കും, അപ്പോൾ അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തും. ഇതിൽപ്പെട്ടതാണത്. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ വെച്ചിട്ടാണ് ഉലമാക്കൾ കാര്യങ്ങൾ ഹറാമും ഹലാലും പറയാറുള്ളത്. ചില ആളുകൾ, എന്നോടൊരാൾ ആയത്തോതി പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് തോന്നിയ ഇതനുസരിച്ച് ഹാദാ ഹറാം വഹാദാ ഹലാൽ എന്ന് പറയുന്നത് അല്ലാഹു ഖുർആനിൽ ആയത്തിൽ പറഞ്ഞിട്ടില്ലേ, പിന്നെ എങ്ങനെ ഇത് പിന്നെ ഹറാമാന്ന് പറയാ? അപ്പൊ ഇയാൾ ഹലാലെന്ന് പറയുന്നതോ അത് ആയത്തിന് ബാധകല്ലേ? ഹാദാ ഹറാമെന്ന് മാത്രമല്ല, ഹാദാ ഹലാലെന്ന് ആയത്തിലില്ലേ? നിങ്ങൾക്ക് തോന്നിയതനുസരിച്ച് ഹാദാ ഹറാം ഹാദാ ഹലാൽ എന്ന് പറയരുത്, അത് ആയത്തിന് ബാധകല്ലേ? ഇത് ഉലമാക്കൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. ഹലാലാന്ന് പറയുന്നതോ ഇതൊന്നും പഠിക്കാത്ത ആളുകൾ. നിങ്ങൾ താടി നീട്ടി വളർത്തണം. നിങ്ങൾ മീശ വെട്ടണം. വഗയ്യറു ഷൈബക്കും, എന്ത് വേണം? നരയുടെ നിറം മാറ്റണം. എന്നാൽ കറുപ്പുണ്ടാകാനും പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖദ്ദബ ബിസ്സവാദ് സവ്വദല്ലാഹു വജ്ഹഹു യൗമൽ ഖിയാമ. ആരെങ്കിലും കറുപ്പ് കൊണ്ട് ചായം തേച്ചാൽ അള്ളാഹു അവന്റെ മുഖം പരലോകത്ത് കറുപ്പിക്കുന്നതാണ്. വലിയ താക്കീതാണ്. കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കാൻ പാടില്ല, മറ്റു നിറങ്ങൾ കൊണ്ട് മാറ്റണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ നരച്ച മുടിയുമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നെ നിറം മാറ്റാൻ കൽപ്പിച്ചു. റസൂൽ പറഞ്ഞു. എന്നിട്ട് റസൂൽ പറയണ പോലെ തശബ്ബഹു ബിൽ യഹൂദി വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളെ പോലെ നിങ്ങളാവരുത്. അവരങ്ങനെ ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല, അതിൽ പോലും എതിരാവണമെന്ന് പറഞ്ഞു. അതുപോലെ റസൂൽ പറഞ്ഞു, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, നമ്മിൽപ്പെട്ടവനല്ല, നമ്മളുടേതല്ലാത്ത ആളുകളോട് സാദൃശ്യപ്പെട്ട ആളുകൾ. ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ വലാ തശബ്ബഹു ബിൽ യഹൂദി വൻ നസാറ, യൂത ക്രിസ്ത്യാനികളോട് നിങ്ങൾ സാദൃശ്യപ്പെടരുത്. ഫഇന്ന തസ്ലീമുൽ യഹൂദി അൽ ഇശാറത്തു ബിൽ അസാബിഅ, ജൂതന്മാരുടെ തസ്ലീം എങ്ങനെയാണ്, സലാം പറയൽ എങ്ങനെയാണ്? അൽ ഇശാറത്തു ബിൽ അസാബിഅ, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കലാണ്. വിരലുകൊണ്ട് ആംഗ്യം കാണിക്കലാണ് എന്ത്? ജൂതന്മാരുടെ സലാം. ഒരു വിരലുകൊണ്ട് കാണിക്കുക ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാന്നുള്ളത് ജൂതന്മാരുടെ സലാം പറയലാണ്. തസ്ലീമുൻ നസാറ അൽ ഇശാറത്തു ബിൽ അഖൂഫ്, ക്രിസ്ത്യാനികളുടെ സലാം പറയലാണെന്ത്? കെഫ് കൊണ്ട് കാണിക്കൽ. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉലമാക്കൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരാൾ ദൂരം കണ്ട സ്വാഭാവികം ഇങ്ങനെ ആക്കുമല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം എന്ത് പറയണം? അസ്സലാമു അലൈക്കും എന്നും കൂടി പറയണം. മനസ്സിലല്ലോ? അങ്ങനെ ഉലമാക്കൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ട്, ആരെങ്കിലും കണ്ടപ്പോളിങ്ങനെ ആക്കുകയാണെങ്കിൽ വെറുതെ അങ്ങനെ മാത്രം ആക്കരുത്, അസ്സലാമു അലൈക്കും എന്നും കൂടി പറയണം. ഇത് നമുക്ക് എത്ര ചെറിയ കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സാദൃശ്യപ്പെടരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹാബി പറയുകയാണ്, മർറ ബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ജാലിസുൻ ഹാകദ, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി എന്റെ അടുത്തുകൂടി കടന്നുപോയി. ഇങ്ങനെയാണ് ഞാൻ ഇരുന്നത്. ഫഖദ് വദഅതു യദിയൽ യുസ്റ, ഞാൻ എന്റെ ഇടത് കൈ വെച്ചിരുന്നു, ഖൽഫ ലഹരി, എന്റെ പിന്നെ നടുവിന് പിറകിൽ, വത്തകഅതു അലാ അലിയതി യദി, അതിങ്ങനെ ചാർന്നുകൊണ്ട് ഇടതുകൈ പിന്നിലേക്ക് വെച്ച് അതിൽ ചാർന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ വന്നിട്ട് പറഞ്ഞു, അതഖഉദു ഖിഅദതൽ മഗ്ദൂബി അലൈഹിം, അതഖഉദു ഖിഅദതൽ മഗ്ദൂബി അലൈഹിം, നീ മഗ്ദൂബി അലൈഹിമിന്റെ ഇരുത്തം ഇരിക്കുകയാണോ? കോപത്തിനിരയായ ആളുകളുടെ ഇരുത്തം ഇരിക്കുകയാണ്. നമുക്ക് അറിയാതെ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നു അല്ലേ? അത് ജൂതന്മാരുടെ ഇരുത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഇരുത്തത്തിൽ പോലും നോക്കണം, ഒരു ഇരുത്തത്തിൽ പോലും അവരോട് സാദൃശ്യപ്പെടരുതെന്ന് പറഞ്ഞാൽ എന്തൊരു വൃത്തികെട്ട കൗമാണത്.
അവരോടൊരു നിലക്കും സാദൃശ്യപ്പെടരുത്. അവരെ പോലെ ഒരിക്കലാവരുത്. അള്ളാഹുവിന്റെ കോപം കിട്ടിയ ആളുകൾ അവരെ പോലെ ആവരുതെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയും റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ള ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഓർമ്മപ്പെടുത്താൻ, അതാണ് എല്ലാ നമസ്കാരത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തിൽ നിന്ന് കാത്തുരക്ഷിച്ച് സിറാത്തുൽ മുസ്തഖീമിൽ പ്രവാചകന്മാരുടെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ സാലിഹുകളുടെ മാർഗത്തിൽ നമ്മെ ജീവിപ്പിച്ച് അതിലായി തന്നെ മരിപ്പിക്കുമാറാകട്ടെ. ആമീൻ. ഇനി അടുത്ത സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് നമ്മൾ എന്താ പറയാ? ആമീൻ. ഇതിനെ സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, ഇദാ ഖാലൽ ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ഫഖൂലു ആമീൻ. ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ എന്ന് പറയുക. നമസ്കാരത്തിലും അല്ലാത്തപ്പോഴും സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ആമീൻ എന്ന് പറയാം. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു ഫത്വ അതുമായി ബന്ധപ്പെട്ട് വായിച്ചിട്ടുണ്ട്. ആമീൻ എന്ന് പറയാം. ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു, ആരുടെയെങ്കിലും ആമീൻ എന്ന ഖൗൽ, അവന്റെ ആ വാക്ക് ഒരുമിച്ച് വന്നാൽ, ഖൗലൽ മലായിക, ആരുടെ ഖൗലിനോട്? മലക്കുകളുടെ. അപ്പൊ മലക്കുകൾ ആമീൻ പറയുന്നത്, ഇത് കേട്ടാൽ മലക്കുകൾ ആമീൻ പറയുന്നു. അവരുടെ ആമീനോട് യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ആമീൻ പറയാൻ ശ്രദ്ധിക്കുക. ഇമാമിനോട് ഒന്നിച്ച് പറയാൻ ശ്രമിക്കുക. ഇമാം പറയുമ്പോൾ അതോടൊപ്പം എല്ലാവരും ഒരുപോലെ ആവുമല്ലോ, അങ്ങനെ പറയാൻ ശ്രമിക്കുക. അള്ളാഹു ഈ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫഖൂലു ആമീൻ യുജിബുകുമുല്ലാഹ്, നിങ്ങൾ ആമീൻ എന്ന് പറയുക, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയുക, ഞാൻ അടുത്തുള്ളവനാണ്. ചോദിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ആമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉത്തരം നൽകും. ഇതിന് ഉത്തരം നൽകിയാൽ വേറെ എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും വേറെ എന്ത് വേണം? സിറാത്തുൽ മുസ്തഖീമിലായി മരിച്ചാൽ വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ നമ്മെ പ്രവേശിപ്പിച്ചാൽ. മാത്രമല്ല, ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതെ, പ്രാർത്ഥന സ്വീകരിക്കണം. തഫ്സീറുകളിൽ കാണാൻ ഇബ്നു കസീർ തന്നെ ഉദ്ധരിക്കുന്നു, മഅനാഹു, ആമീൻ എന്നതിന്റെ അർത്ഥം അല്ലാഹുമ്മ സ്തജിബ് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ. ആമീൻ എന്ന വാക്കിന്റെ മറ്റൊരു പ്രത്യേകത, സാധാരണ അറബി ഭാഷയിൽ പറയും, ഒന്ന് ഇത് ഇസ്മാണ്, അല്ലെങ്കിൽ ഇത് ഫിഅല. ഇപ്പോ കലം എന്നുള്ളത് ഇസ്മാണ്, ഒരു പേരാണ്. എന്നാൽ ഇപ്പോ ദഹബ, പോയി എന്നത് ഫിഅലാണ്, പ്രവൃത്തിയാണ്. ഒന്ന് പേരാണ്, ഒന്ന് പ്രവൃത്തിയാണ്. എന്നാൽ ഇത് രണ്ടല്ലാത്തൊരു വകുപ്പുണ്ട്, ഇസ്മു ഫിഅൽ എന്ന് പറയും. ഇസ്മു അല്ല, ഫിഅലും അല്ല, ഇസ്മു ഫിഅൽ, അങ്ങനെയാണ് അതിന്റെ പേര്. അതിൽപ്പെട്ടതാണ് എന്ത്? ആമീൻ. അങ്ങനെ ചില വാക്കുകളുണ്ട് അറബി ഭാഷ. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കുണ്ടല്ലോ, ഹയ്യ അല സ്വലാ, ഹയ്യ അല എന്ന വാക്ക്. ഇങ്ങോട്ട് വരൂ എന്ന ഹയ്യ അല, ആ വാക്ക് ഈ ഗണത്തിൽപ്പെട്ടതാണ്. ഇസ്മു അല്ല, ഫിഅൽ, ഇസ്മു ഫിഅൽ എന്ന് പറയും. കാൽ, ഇതൊക്കെ ഏതാണ്? ഇസ്മു ഫിഅൽ എന്നതിൽപ്പെട്ടതാണ്. അല്ലാഹു, ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഇസ്മു അല്ല, ഫിഅലും അല്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ആമീൻ എന്ന വാക്കിനുണ്ട്. ഓ ആമീൻ പറഞ്ഞെ, ആമീൻ നമ്മൾ പഠിപ്പിച്ചതാണ്. അവർ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ ചെയ്യുന്നത് പോലെ. പഴയ പ്രവാചകന്മാരത് കിട്ടിയതായിരിക്കാം.
അല്ലാഹു അലം. ആമേൻ അതിനെപ്പറ്റി എന്താണെന്നറിയില്ല. അല്ലാഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ആമീനിന്റെ ഒരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നൽ യഹൂദ ഖൗമുൻ ഹുസ്സദുൻ വഇന്നഹും ലാ യഹ്സുദൂനനാ അലാ ശൈഇൻ കമാ യഹ്സുദൂന അലാ السلام വഅലാ ആമീൻ. ഇന്നൽ യഹൂദ് തീർച്ചയായും യഹൂദികൾ ഖൗമുൻ ഹുസ്സദുൻ എങ്ങനത്തെ ഖൗമാണ്? അസൂയയുടെ അങ്ങേ തലയാണ്, അസൂയക്കാരായ ഒരു ഖൗമാണ്. ആരോടുള്ള അസൂയാണ്? സത്യവിശ്വാസികളുടെ. ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ മനസ്സിലുള്ള അസൂയ, നിങ്ങളോടുള്ള അസൂയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദീനിനെ നശിപ്പിച്ചു കളയും. ഒരു മനുഷ്യന്റെ ദീനിനെ നശിപ്പിച്ചു കളയുന്നത് അസൂയ. ഒരാൾക്ക് അസൂയാണ്. ആരോട്? ദീനുള്ള ഒരു മനുഷ്യനോട്. എന്തിന്റെ പേരിൽ? വേറെ എന്തിന്റെങ്കിലും പേര്. ഇയാളുടെ ശത്രുത അവസാനം ദീനുള്ള ആ മനുഷ്യനോട് മാത്രമല്ല, അയാളുടെ ദീനിനോട് തന്നെ ആയി മാറും. ദീനുള്ള മനുഷ്യനോട് മാത്രമല്ല, അയാളുടെ ദീനിനോട് തന്നെ ഇയാൾക്ക് ശത്രുതയായി മാറും. അസൂയുണ്ടായ പറഞ്ഞു അൽ ഹാലിഖ, അതിനെ കുറിച്ചാണ് ഹലക്ക എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ വടിച്ചു തീർക്കുക എന്ന് പറയും. ഹൽക്കുല്യ, താടി ഒഴിക്കുക. ദീനിനെ വടിച്ചു തീർക്കുകകളെ. എന്ത്? അസൂയ. ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല. എന്താണ്? ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്തു, അയാൾ അത് മുഖേന വിധിക്കുന്നു, ആളുകൾക്കിടയിൽ വിധി പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഒരു മനുഷ്യൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു, അയാൾ രാത്രിയും രാവിലെയും ഒക്കെ രാത്രി നമസ്കരിക്കുന്ന ആ ഖുർആൻ ഓതിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനോട് ഒരാൾക്ക് അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ അവൻ നശിക്കണം എന്ന അർത്ഥത്തിലുള്ള അസൂയല്ല. പിന്നെ അതുപോലെ അല്ലാഹു എനിക്കും തന്നിരുന്നെങ്കിൽ അതുപോലെ എനിക്കും ചെയ്യാമല്ലോ എന്ന അസൂയ. ഇത് അനുവദനീയമായ അസൂയാണ്, മംദൂഹായ അസൂയ, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തേത്, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പണം കൊടുത്തു, അയാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് തീർത്തുകൊണ്ടിരിക്കുന്നു, നല്ല കാര്യങ്ങൾക്ക് അയാൾ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് അസൂയയാവാം. ഏതർത്ഥത്തിൽ? അതുപോലെ സമ്പത്ത് എനിക്ക് കിട്ടിയാൽ അങ്ങനെ എനിക്കും പുണ്യം ചെയ്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ പ്രതിഫലം നേടാമായിരുന്നു. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാവങ്ങളായ സഹാബത്ത് എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂലെ, പണക്കാരെല്ലാ പ്രതിഫലവും കൊണ്ടുപോകുന്നു, അവരിങ്ങനെ ദാനം ചെയ്ത് നമുക്കൊന്നും കിട്ടാത്ത കൂലി അവർക്ക് കിട്ടുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചില ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു. എന്താ പറഞ്ഞു? ഇതാരും പഠിച്ചു? പണക്കാരും പഠിച്ചു. അവരിതും ചൊല്ലാൻ തുടങ്ങി. എന്ത് ചെയ്യണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അള്ളാഹുവിന്റെ ഫضല, അള്ളാഹുവിന്റെ ഔദാര്യം അവരുദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞവരെ മടക്കി വെച്ചു. അപ്പൊ അങ്ങനെ ചില ആളുകൾക്ക് ഫضലുണ്ടാവാം. എന്നാൽ പാവങ്ങളായ ആളുകൾക്ക് ശ്രേഷ്ഠതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവരോട് ചോദിക്കപ്പെടും, നിങ്ങൾ കണക്കവിടെ? വിചാരണ വേണ്ടേ? അപ്പൊ അവർ പറയും, കണക്ക് പറയാൻ നമ്മളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും. അങ്ങനെയുള്ള ശ്രേഷ്ഠതകളുണ്ട്. എന്നാൽ പണക്കാരായ ആളുകൾക്ക് ദാനം ചെയ്താലുള്ള ശ്രേഷ്ഠതകൾ, ഇത് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്ക്, സമ്പത്തുള്ള ഒരാളോട് ആ അർത്ഥത്തിൽ അസൂയ വെക്കാം. എന്നാൽ അതല്ലാത്ത അസൂയ ഒരിക്കലും പാടില്ല, ദീൻ നശിപ്പിച്ചു കളയും ആളുകളുടെ അസൂയ. അള്ളാഹു പറഞ്ഞതാണ്, നിന്റെ കണ്ണുകൾ അവർക്ക് ഞാൻ ദുനിയാവിൽ നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങൾക്ക് നേരെ നീ നീട്ടരുത്, കണ്ണു നീട്ടരുത്, അങ്ങോട്ടേക്ക് അടുത്തേക്ക് നോക്കണ്ട, അവരെ വിട്ടേക്ക്. ഒമ്പൂറു ഇലാമൻഹു അസ്ഫലമിൻകും, നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കി, ഉള്ളിലേക്ക് നോക്കിയിരിക്കല്ലേ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളോട് നിരാശ തോന്നും, അത് ചെറുതായി തോന്നും. ദുനിയാവിനോട് നിരാശ തോന്നും, തൃപ്തി ഉണ്ടാവില്ല ഒരിക്കലും. അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വരും, ഇതൊക്കെ ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹസദ് ഉണ്ടായാലും അങ്ങനെയാണ്. എന്നാൽ ജൂതന്മാർ ഇതിന്റെ ആളുകളാണ്, ഇതിൽ മുക്കിപ്പിടിച്ച ആളുകളാണ് ജൂതന്മാർ. وإنهم لا يحسدوننا على شيء كما يحسدون على السلام وعلى آمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മോട് അവർക്ക് ഒരു വിഷയത്തിലും അസൂയയില്ല. ഏതിലുള്ളത്ര? അലസ്സലാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അസ്സലാമു അലൈക്കും പറയില്ല,
അതിൽ അവർക്ക് നമ്മോടുള്ള അസൂയ. വാല ആമീൻ, പിന്നെയോ നമ്മൾ നമസ്കാരത്തിൽ ഒന്നിച്ച് ആമീൻ പറയുന്നുണ്ടല്ലോ, അതിൽ ഉള്ള അസൂയ. വേറൊന്നിൽ അവർക്ക് നമ്മളോടില്ല. കാരണം ഇത് രണ്ടും മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും സൂചിപ്പിക്കുന്നതാണ്, അല്ലെ? സ്നേഹം സൂചിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു അലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ, ഈമാൻ ഉണ്ടാകുന്നത് വരെ, ഈമാന്റെ ആളുകളാകുന്നത് വരെ. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വേറൊരു ഹദീസിൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഹത്താ യുഹിബ്ബ ലി ജാരിഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല തനിക്കുള്ളതെന്തോ അത് തന്റെ സഹോദരനും ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നത്. ഓന് ഒരു പൈസ കുറച്ച് അധികം കിട്ടുമ്പോ മനസ്സിൽ അത്ര ഒരു സന്തോഷം പോരാ. നമ്മളെ സഹോദരന് കിട്ടുമ്പോ, നമ്മളെ പോലെ കിട്ടുമ്പോ, അല്ലെങ്കിൽ നമ്മളെക്കാൾ അധികം കിട്ടുമ്പോ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ, എന്തോ ഒരു വിഷമാണ് മനസ്സിൽ തോന്നുന്നതെങ്കിൽ ഈമാൻ പൂർത്തിയായിട്ടില്ലാണ്. മറ്റൊരു സന്തോഷിക്കണം, ഒരു മുസ്ലിമിന്റെ ഉയർച്ചയിൽ സന്തോഷിക്കണം. മറ്റൊരു റിപ്പോർട്ടുള്ളത് അയൽവാസിക്കുണ്ടാകുമ്പോ തീരെ സഹിക്കൂല. ആർക്കുണ്ടായാലും അയൽവാസിക്കുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പലരും. ഒരാള് പണ്ടൊരു കഥ പറയുണ്ടല്ലോ, ഒരാളോട് ഇങ്ങനെ കഥയാണ്, കഥയായി മാത്രം മനസ്സിലാക്കണം. വരം ചോദിച്ചൊരു കഥ, അതൊരു ഷർത്ത് പറഞ്ഞു, എന്ത്, നിനക്കെന്താണോ തരുന്നത്, നീ എന്താണോ ചോദിച്ചത് നിനക്ക് തരുന്നത് അതിന്റെ നേരെ ഇരട്ടിയായിരിക്കും കിട്ടും, എന്റെ കൂട്ടുകാരനും കിട്ടും. ഒരു വരം ചോദിച്ചോ, എനിക്ക് എന്താണോ വേണ്ട അതിന്റെ നേരെ ഇരട്ടിയായിരിക്കും കിട്ടും, കൂട്ടുകാരൻ കിട്ടും. ഇയാള് കുറെ ആലോചിച്ച് അവസാനം പറഞ്ഞു, എന്റെ ഒരു കൈ വെച്ചോട്ടെ. മനസ്സിലായല്ലോ? കാരണം എന്താ, അവന്റെ രണ്ടെണ്ണം പോലോ. അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് നമുക്കുണ്ടാകുന്ന പോലെ അവനും ആഗ്രഹിക്കണം. മുസ്ലിമായ സഹോദരന് ഈ സ്നേഹം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. അല അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, അല ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. എത്രത്തോളം? ഒരു മുസ്ലിം കണ്ടൊരു മുസ്ലിമിനെ കണ്ട് സലാം പറഞ്ഞു, അവർ രണ്ടുപേരും നടന്നുപോയി, ഒരു മരമോ കല്ലോ അവർക്കിടയിൽ വന്നു, മറയായി വന്നു, വീണ്ടും കണ്ടുമുട്ടി, വീണ്ടും അസ്സലാമു അലൈക്കും എന്ന് പറയുക. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, തഹിയ്യത മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ. ഈ സലാമിന്റെ പ്രത്യേകത അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതമായ വിശിഷ്ടമായ ഒരു അഭിവാദ്യമാണത്. വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളോട് തഹിയ്യത്ത് പറയപ്പെട്ടാൽ അതിനേക്കാൾ നല്ലതുകൊണ്ട് മടക്കുക, അല്ലെങ്കിൽ അതുകൊണ്ടെങ്കിലും മടക്കുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു താബിഈയായ ഒരു മനുഷ്യൻ വന്നു. ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നതാണ്, ഷെയ്ഖ് അൽബാനി സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെയും കൂട്ടി രാവിലെ മാർക്കറ്റിലേക്ക് ഇറങ്ങും. എന്നിട്ടോ മാർക്കറ്റിൽ ഇങ്ങനെ കറങ്ങും, എല്ലാവരും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. ഇദ്ദേഹം താബിഈ പറയുന്നത് ചെറിയ കച്ചവടക്കാരോടും വലിയ കച്ചവടക്കാരോടും, ഇങ്ങനെ ഫുട്പാത്ത് കച്ചവടക്കാരെ പോലുള്ള നിലക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആളോടും എല്ലാവരോടും സലാം പറയും. വീട്ടിലേക്ക് തിരിച്ചു വരും. പിന്നെ ഒരു ദിവസം വീണ്ടും ഈ താബിഈ ഇവന് പറഞ്ഞ വീട്ടിലേക്ക് എത്തി. ഇവന് പറഞ്ഞു, നമുക്ക് സൂക്കിൽ പോവാം, മാർക്കറ്റിൽ പോവാം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇതിനാ മാർക്കറ്റിൽ പോകുന്നത്? ഒരു സാധനം വാങ്ങൂല, ഒരു വാങ്ങാനോ ഒരു കച്ചവടത്തിനൊന്നല്ല പോകും, നിങ്ങൾ എന്തിനാ പോകുന്നത്? നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നത്. ഇബിന് പറയുന്നു, നമ്മൾ പോകുന്നത് എന്തിനാണ്? മിൻ അജ്ലി ഹാദാ അസ്സലാം. എന്തിനാ പോകുന്നത്? ഈ ആളുകളോടൊക്കെ സലാം പറയാലോ, അതിനു വേണ്ടിയാണ് ഈ പോകുന്നത് എന്ന് ഇബ്നു ഉമർ പറഞ്ഞു. ഇത് താബിഈ പറയുന്നു, ഇബ്നു ഉമറിനോട് ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളും അങ്ങോട്ട് സലാം പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അങ്ങോട്ട് പറയാൻ പറ്റില്ല, നിങ്ങൾ അങ്ങോട്ട് പറയും.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് താബിഈങ്ങൾ പറഞ്ഞിട്ടുള്ള അതുൽ മുഫ്രദിൽ ഉള്ളതാണ്. ഇങ്ങനെയായിരുന്നു സഹാബിമാർ സലാമിന്റെ കാര്യത്തിൽ അവർ ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഅജസുൻ നാസി മൻ അഅജസ അനി ദുആ വഅബ്ഖലുൻ നാസി മൻ ബഖില ബിസ്സലാം. ജനങ്ങളിൽ ഏറ്റവും അശക്തൻ, ഒന്നിനും കഴിയാത്തവനാരാണ്? ദുആഇൽ അശക്തനായവൻ. ദുആർക്കാനുള്ള തൗഫീഖ് ഇല്ലെങ്കിൽ അവൻ ഒന്നിനുള്ള തൗഫീഖില്ല. ജനങ്ങളിൽ ഏറ്റവും പിശുക്കനാരാണ്? സലാം പറയാൻ പിശുക്കിയവനാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രയും പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകൾ സലാമിനെ പറ്റി പറയാതിരുന്നാൽ അത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം കണ്ടു, അവർ സലാം പറഞ്ഞു, അവരെന്നിട്ട് കൈ പിടിച്ചു. ആ കൈ വിടുന്നത് വരേക്കും മരത്തിലെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവരുടെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. അവരുടെ കൈ ഇങ്ങനെ എടുക്കുന്നത്. ചില അറബികളെ പറ്റി ആളുകൾ പറയാറുണ്ട്, അവരെ കൈ കൊടുത്തവർ വിടൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫൽ ഹാൽ, കുറെ വിശേഷങ്ങൾ ചോദിച്ച് മാത്രമേ അത് കൈവിടുമെന്ന് പറയാറുണ്ട് ചില ആളുകൾ. ഈ ഹദീസ് മനസ്സിലാക്കിയിട്ടായിരിക്കും, അതിന്റെ പ്രതിഫലം മനസ്സിലാക്കിയിട്ടായിരിക്കാം. സലാം പ്രാധാന്യമുള്ളതാണ്. അത് ഈ ജൂതന്മാർക്ക് നമ്മുടെ ആ വിഷയത്തിൽ അസൂയയാണ്. അതുപോലെ വേറെന്തിനാണ് അസൂയ? ഒന്ന് ജാമീൻ പറയുന്നതിൽ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹും ലം യഹ്സുദൂന അലാ ഷൈഇൻ. വേറെ ചില കാര്യങ്ങൾ കൂടി പറയാം, അവർക്ക് നമ്മോട് അസൂയയില്ല. കമാ ഹസദൂന, നമ്മളോട് അസൂയയുള്ളതുപോലെ ഈ വിഷയങ്ങളിൽ. ഏതൊക്കെയാണ്? ഒന്ന് അലൽ ജുമുഅ, ജുമൈൻ അല്ലത്തി ഹദാന അല്ലാഹു ലഹാ വദല്ലു അൻഹാ. ആ ജുമുഅക്ക് അല്ലാഹു നമുക്ക് ആ ജുമുഅ തന്നു, അവരതിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ യൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അല്ലാഹു വെള്ളിയാഴ്ച ആയിരുന്നു ആദ്യം അവർക്ക് അറിയിച്ചിരുന്നത്. പിന്നെ അവർ തെറ്റി, യൂദന്മാർ തെറ്റി, അവർ ഏത് ദിവസം എത്തും? ശനിയാഴ്ച. ക്രിസ്ത്യാനികളോ ഒന്നും കൂടി ഞായറാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവർക്ക് രണ്ടുപേർക്കും കൊടുക്കാത്തത് വെള്ളിയാഴ്ച. പ്രത്യേകതയുള്ളത് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ചക്കാണ്. കാരണം ആദമിനെന്നാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത്. ആദമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഖിയാമത്ത് നാളെ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്ക് പിന്നെ കിട്ടാതെ പോയ നമുക്ക് അള്ളാഹു തന്ന ജുമുഅയിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണല്ലോ ജുമുഅ. അടുത്ത കാര്യം എന്താണ്? വഅലൽ ഖിബ്ല അല്ലതി ഹദാന അല്ലാഹു ലഹാ വദല്ലു അൻഹാ. നമുക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ട് തന്നിട്ടുള്ള ഖിബ്ല അവർക്ക് അള്ളാഹു കൊടുക്കാത്തത് അതിലും. അതുപോലെ വഅലാ ഖൗലിനാ ഖൽഫൽ ഇമാമി ആമീൻ. പിന്നെന്താണ്? ഇമാമിന്റെ പിന്നിൽ നമ്മൾ ആമീൻ പറയുന്നതിലും. ഈ കാര്യങ്ങളൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ജുമുഅ, നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ്. ഖിബ്ല അല്ലെ, മുസ്ലിങ്ങൾ എല്ലാവരും തിരിഞ്ഞ് നിസ്കരിക്കുന്നതും അവർ മരിച്ചാൽ ഖബറടക്കുന്നതും. മുസ്ലിങ്ങൾ എല്ലാവരും മരിച്ചെടുക്കുന്നത് എങ്ങനെ? ഖിബ്ലക്ക് നോക്കിയിട്ടാണ്. ലോകത്ത് ചുറ്റും കഅബയുടെ ഭൂമിയുടെ ഒത്ത നടുവിലാണെന്നാണ് പറയുന്നത്. അതിന് ചുറ്റും മുസ്ലിങ്ങൾ എല്ലാവരും കിടക്കുന്നത് എങ്ങനെ? അതിലേക്ക് നോക്കിയിട്ടാണ്. അങ്ങനെ ആ ഐക്യത്തെ സൂചിപ്പിക്കുന്ന. അതുപോലെ അല ഖൗലിനാ ഖൽഫൽ ഇമാമി ആമീൻ. ഇമാമിന്റെ പിന്നിൽ നമ്മൾ ആമീൻ പറയുന്നതിലും യഹൂദികൾക്ക് നമ്മോട് അസൂയ. അതുപോലെ വേറെ വിഷയങ്ങളിൽ അസൂയയില്ലെന്ന്, അത്രയും അസൂയ വേറൊന്നിലില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ ഇതോടുകൂടി അവസാനിക്കാൻ ഇൻഷാ അല്ലാഹ്. നമ്മൾ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ഭാഗത്തുള്ള ചെറിയ സൂറത്തുകളുടെ തഫ്സീർ അടുത്ത ആഴ്ച മുതൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കാനുള്ള തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞായറാഴ്ച അസറിന് ശേഷം ഇൻഷാ അല്ലാഹ് അഹ്കാമുൽ ജനായിസിന്റെ ക്ലാസ് തുടരും. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.